പിണറായി വിജയനെ കാണാൻ PV അൻവർ MLA ഇതുവരെയായും MLA ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. MLA ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ അതോ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പ്രതികരിക്കുമോ? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അൻവറിൻ്റെ സ്വരത്തിൽ ഇനി വ്യത്യാസം ഉണ്ടാകുമോ? അദ്ദേഹം സ്വരം മയപ്പെടുത്തുമോ അല്ലെങ്കിൽ സ്വരം കടുപ്പിക്കുമോ? ഇതൊക്കെ കാത്തിരുന്ന കാണാം. എന്തായാലും മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അജിത് കുമാറിനെയും P. ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം. പാർട്ടി സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ADGP അജിത് കുമാറിനെതിരായി ശശിക്കെതിരായി ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവരെ രണ്ടും ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത്? ഇത് കൃത്യമായിട്ടുള്ള ഒരു കള്ളക്കളിയാണ്, കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ്. ഇത് ഒരു കാരണവശാലും കേരളത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം. ഗുരുതരമായ കേസാണ്. ഫോൺ ചോർത്തിയിരിക്കുന്നു, സ്വർണം കടത്തിയിരിക്കുന്നു, മയക്കുമരുന്നുകാരെ സഹായിക്കുന്നു, കൊലപാതകം നടത്തുന്നു, അനധികൃത സ്വത്ത് സമ്പാദ്യം, മാഫിയ പ്രവർത്തനം. ഇതെല്ലാം CM ഓഫീസിനെതിരെ ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തെ നേതാക്കളല്ല, മാധ്യമപ്രവർത്തകരല്ല, ഭരണകക്ഷി MLA തന്നെയാണ്, CPM-ന്റെ MLA തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ KT ജലീൽ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മുൻ MLA-മാർ വേറെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. CPM-നകത്ത് പല ആളുകളും ശക്തമായ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. DYFI-ക്കാരും CPI-ക്കാരും എല്ലാം പറയുന്നു. പക്ഷെ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നില്ല. ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത്. എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കണം, അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം. BJP സംസ്ഥാന അധ്യക്ഷൻ ഈ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പെട്ടെന്ന് ചുരുക്കി പറയാം. അനിൽ നമ്പ്യാർ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും സംസ്ഥാന സർക്കാരിന്റെ അടക്കം വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നതിന് ശേഷം, ഇത്തരത്തിൽ വെളിപ്പെടുത്തലുണ്ടായതിനു ശേഷവും മുഖ്യമന്ത്രി ഇവരെ സംരക്ഷിക്കുന്ന, അതായത് ADGP അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന്, അതുപോലെ തന്നെ ഈ സംരക്ഷിക്കുന്നത് മാത്രമല്ല നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ മുഖ്യമന്ത്രിയെ അടക്കം കേസിൽ പ്രതിയാകാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്നാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ കേസ് അന്വേഷിച്ച് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സർക്കാരിനടക്കം ഉണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൽ MR അജിത് കുമാറിനും അതുപോലെ തന്നെ മറ്റ് നടപടിയെടുക്കാത്ത സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന മൗനത്തെയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും നടക്കില്ല, മലയെ പ്രസവിച്ചതുപോലെയാകും ഈ കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അജിത് കുമാറിനെയും P. ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം. പാർട്ടി സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.